ഉപദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയ്ക്ക് എല്ലാ മഹത്വവും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ശ്രവിക്കാനായിട്ട് നമുക്ക് ദാഹിക്കാം. പ്രാർത്ഥനയോടെ അമ്മയെ ശ്രവിക്കാം. അതിലൂടെ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകട്ടെ. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ആവേ മരിയ. അമ്മ ഇന്നലെ നമ്മളോട് പറഞ്ഞു, സുഗന്ധം എന്ന അടയാളം ഞാൻ പിൻവലിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും യേശുവിൻ്റെ അടയാളങ്ങളായിട്ട് ജീവിക്കണമെന്ന്. കാരണം അമ്മ പറയുന്നു, നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ തിരുവചന ജീവിതവും എന്നിലൂടെ നൽകപ്പെട്ട ആത്മീയ നിർദ്ദേശങ്ങളുടെ അനുസരണവും പ്രാർത്ഥനയുമാണ്. തിരുവചനം അനുസരിച്ച് ജീവിക്കുക, അമ്മ പറഞ്ഞത് അനുസരിക്കുക, പ്രാർത്ഥിക്കുക. തിരുവചനം എന്ന് പറയുന്നത് ഈശോ ആണല്ലോ. ഈശോ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുമ്പോൾ അമ്മയുടെ ആഹ്വാനങ്ങൾ ഉറപ്പിക്കപ്പെടുകയും അത് നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മൾ ഈ ഭൂമിയിൽ ഈശോയുടെ പരിമളമായിട്ട് ജീവിക്കും. അതാണല്ലോ പൗലോസ് അപ്പസ്തോലൻ നമ്മളോട് ലേഖനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണെന്ന് അവർ അവകാശപ്പെടുന്നു. അപ്പസ്തോലൻ അവകാശപ്പെടുന്നു. അപ്പസ്തോലന്മാർക്ക് അത് അവകാശപ്പെടാൻ പറ്റിയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ മക്കളല്ലേ, നമുക്ക് അവകാശപ്പെടാൻ പറ്റണം. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. സുഗന്ധം നൽകുന്ന ജീവിതം നയിക്കുക. ദുർഗന്ധം വമിപ്പിക്കുന്ന, മറ്റുള്ളവരെ അരോചകപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ ശൈലികൾ നമ്മളിലുണ്ടെങ്കിൽ അത് മാറ്റുക. അത് മാറ്റാൻ നമുക്ക് ശ്രമിച്ചുകൊണ്ട് അമ്മയെ ശ്രവിക്കാം. അമ്മ വിളിക്കുന്നു, മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ഭയവിഹ്വലരാകാതെ മനസ്താപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാർഗത്തിലൂടെ സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി നമ്മുടെ സ്വർഗീയ പിതൃഭൂമിയിലേക്ക് ഈ അമ്മയോടൊപ്പം നടന്നു നീങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ പറഞ്ഞത് എന്താ? അമ്മയ്ക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് അമ്മ മനസ്സിലാക്കി തന്നു. അക്ഷീണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ ഇപ്പോൾ പറയാ, മക്കളെ, നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ഭയവിഹ്വലരാകാതെ, ഭയപ്പെടാതെ, മനസ്താപത്തിൻ്റെ ചെയ്തുപോയ, ജീവിച്ചുപോയ, പറഞ്ഞുപോയ, കണ്ടുപോയ, കേട്ടുപോയ തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും മനസ്താപത്തോടെ തിരിച്ചു വന്ന് പശ്ചാത്തപിക്കുക. കുറ്റബോധം മനസ്സിൽ സൂക്ഷിക്കരുത്. കുറ്റബോധം നമ്മെ തിന്മയിലേക്കും മരണത്തിലേക്കും നയിക്കും. എന്നാൽ പാപബോധം, പശ്ചാത്താപം നമ്മെ ദൈവത്തിലേക്ക് നയിക്കും. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനുണ്ടായത് കുറ്റബോധമാണ്. അതുകൊണ്ട് അവൻ്റെ കുറ്റത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പാപബോധം ഉണ്ടായത് പത്രോസിനാണ്. പത്രോസിന് പാപബോധം ഉണ്ടായപ്പോൾ ദൈവത്തിലേക്ക് നോക്കി. അതുകൊണ്ട് പത്രോസിന് മാപ്പ് കിട്ടി. പത്രോസ് സഭയുടെ മെത്രാനായി, സഭയുടെ അധികാരിയായി, ഈശോയുടെ വത്സല ശിഷ്യനായി. എന്നിട്ട് പത്രോസ് മരണം വരെയും, മരണത്തിലൂടെ പോലും പ്രായശ്ചിത്തം ചെയ്തു എന്നുള്ളതാ യേശുവിനെ തള്ളിപ്പറഞ്ഞതിന്. യൂദാസ് ഒറ്റിക്കൊടുത്ത പാപം അവനിൽ തന്നെ നോക്കി അവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ ആത്മാവ് അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ ആത്മാവിനെ അവനിൽ നിക്ഷേപിച്ച ദൈവത്തിലേക്ക്, യേശുവിലേക്ക്, അവന് വേണ്ടി കൂടെ മരിക്കുന്ന കർത്താവിലേക്ക് നോക്കിയിരുന്നെങ്കിൽ, അവന് കൂടെ വേണ്ടിയാണ് കർത്താവ് കുരിശിൽ 3 മണിക്കൂർ സമയം പീഡകൾ സഹിച്ച് കാത്തുകിടന്നത് എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഒറ്റുകാരനിൽ ഒരു ഒറ്റപ്പെടുത്തൽ അനുഭവിക്കേണ്ടതില്ലായിരുന്നു. കർത്താവിനെ ശരിയായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ യൂദാസ് തിരിഞ്ഞേനെ. അപ്പോൾ അത് പശ്ചാത്താപത്തിൻ്റെ കനൽ കൂട്ടിയിട്ട് രക്ഷയുടെ വഴിയിലേക്ക്, അനുതാപത്തിലേക്ക് നയിച്ചേനെ. എന്നാൽ യൂദാസ് ഒറ്റുകാരനായി ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യാതെ
പശ്ചാത്തപിക്കുക. കുറ്റബോധം വേണ്ട. തെറ്റുപറ്റിപ്പോയോ സാരമില്ല, മനസ്തപിക്കുക. അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുക. പശ്ചാത്താപത്തിൻ്റെ മാർഗത്തിലൂടെ വിശുദ്ധ പത്രോസിനെ പോലെ ആ മാർഗത്തിലൂടെ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ കൂടെ നമ്മുടെ സ്വർഗീയ പിതൃഭൂമിയിലേക്ക് ഈ അമ്മയോടൊപ്പം നടന്ന് നീങ്ങുക. നമ്മുടെ പരിമിതികളെ ഓർത്ത്, കുറവുകളെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ലോകത്ത് ദൈവിക സന്ദേശം കൊടുക്കാനോ ദൈവത്തിൻ്റെ അടയാളമായി ജീവിക്കാനോ പറ്റില്ല. അതുകൊണ്ട് പരിമിതികളെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ, പരിമിതി ഉണ്ടെങ്കിൽ പോലും അത് തിരിച്ചറിഞ്ഞിട്ട് ഈശോയുടെ ഹിതത്തിൻ്റെ തിരുമുൻപിൽ ശിരസ് നമിച്ച് ജീവിക്കാൻ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും അനുഗ്രഹമാക്കി, കൃപയാക്കി മാറ്റാൻ നമ്മുടെ ഈശോ കൂടെയുണ്ട്. നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ജീവിതത്തെ ഓർത്ത് ഭയവിഹ്വലരാകേണ്ട. വരാൻ പോകുന്നത് എന്താണാവോ എന്നോർത്ത് വിഷമിക്കുകയും വേണ്ട. മനസ്താപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാർഗത്തിലൂടെ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ, ഒരു പക്ഷേ നമ്മൾ നന്മ ചെയ്ത് ജീവിക്കാമെന്നൊക്കെ തീരുമാനിക്കുമ്പോൾ പിശാചൊരു ചിന്ത തരും, പിന്നെ നീ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് നിനക്ക് എന്ത് സാധിക്കാനാ, ഏതായാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇനി ഇങ്ങനെ തന്നെ. അത് വേണ്ട. അത് പിശാചിൻ്റെ സ്വരമാണ്. അത് വേണ്ട. ആത്മവിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എത്ര വലിയ പാപിയാണ് ഞാനെങ്കിൽ എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്, ഞാൻ അവിടുന്ന് അഭയം തേടിയാൽ അവിടുന്ന് എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്, എത്ര വലിയ പാപിയാകട്ടെ അവിടുന്ന് അഭയം തേടുന്നവരെ ചേർത്ത് പിടിക്കാൻ വിശാലമായ കരങ്ങളുണ്ട്, അവരെ പാർപ്പിക്കാൻ വിശാലമായൊരു ഹൃദയമുണ്ട് ഈശോയ്ക്ക്. അവിടെ മുഴുവൻ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ആയിരുന്നു കൊണ്ട് ജീവിക്കുക. അമ്മ പറയുക, അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതൃഭൂമിയിലേക്ക്, അമ്മ പറയാ മക്കളോട് എന്ത് സ്നേഹത്തോടു കൂടിയ സ്വന്തം അമ്മമാർ നമ്മളോട് പറയണ, മക്കളെ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാം. എവിടേക്കാണോ നമ്മൾ പോകുന്നതെന്നോ, നമ്മുടെ അപ്പൻ്റെ വീട്ടിലേക്ക് പോവുക, തറവാട്ടിലേക്ക് പോവുക. നമ്മുടെ അമ്മ പറയില്ലേ, നമ്മുടെയൊക്കെ കൊച്ചുങ്ങളായിരിക്കും നമ്മളെ ഒരുക്കി കൊണ്ട് പോകുമ്പം, അമ്മ എവിടേക്കാണ് പോകുന്നത്, നമ്മൾ എവിടേക്കാണ് പോകുന്നത് കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ അമ്മ പറയും അപ്പൻ്റെ വീട്ടിൽ പോകുകയെന്ന്. അതുപോലെ മാതാവ് പറയുക, അങ്ങനെ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ മനസ്താപത്തോടെ പശ്ചാത്താപത്തിൻ്റെ മാർഗത്തിലൂടെ അമ്മയുടെ കരങ്ങൾ പിടിച്ച് പിതൃഭൂമിയിലേക്ക്, സ്വർഗീയ ജെറുസലത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ഈ അമ്മയോടൊപ്പം നടന്ന് നീങ്ങുക. ഒരൊറ്റ സെൻറ്റൻസ്, അത് എന്തോ അർത്ഥമുണ്ടെന്ന് നോക്കിയേ. ഈ ഒരു വിശ്വാസം, ഈ ഒരു പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. തളർന്ന വഴികളൊന്നും നമ്മൾ ഓർക്കണ്ട, പോയതൊന്നും ഓർക്കണ്ട, നഷ്ടപ്പെടുത്തിയതൊന്നും ഓർക്കണ്ട. അതൊന്ന് ഏറ്റു പറഞ്ഞിട്ട് അതൊക്കെ മറന്നിട്ട് കടലിൻ്റെ ആഴിയിലേക്ക് എറിയുന്ന തമ്പുരാൻ്റെ കരുണയുടെ സമുദ്രത്തിലേക്കൊന്ന് നോക്കിയിട്ട് അമ്മയുടെ കരം പിടിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് നമുക്ക് നടക്കാം. അമ്മയോട് ചേർന്ന് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. ചില മാർഗങ്ങളുണ്ട് അതിന്. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് ഞാൻ സ്വാഗതമരുളുന്നു. അവരിവരൊക്കെ എന്തും പറയട്ടെ, ഒന്നും നോക്കണ്ട കേട്ടോ. അമ്മ കൈപിടിച്ച് റോട്ടിലൂടെ നമ്മളെ നടത്തുമ്പോൾ, അപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പലരും കല്ലെറിയും. എല്ലാ കല്ലേറിനും തിരിച്ചറിയാൻ നിന്നിട്ടോ എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ നിന്നാലോ ഒന്നും നമ്മൾ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവിടെ എത്തില്ല. ചിലപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ വിട്ടുപോകുന്ന ഈ കുറ്റം പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ നിന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ജീവിച്ചവരാ ഞാനും നിങ്ങളും ഒക്കെ. അങ്ങനെ വേണ്ടെന്ന് അമ്മ പറയുന്നേ. ആരുടെയും കുറ്റപ്പെടുത്തലുകൾ വലിയ വിഷമായിട്ട് എടുക്കണം, അത് സന്തോഷത്തോടെ എടുത്തോ. കാരണം അത് നമ്മളെ പിതൃഭൂമിയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നേ. നമ്മൾ വയ്ക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന ഓരോ കാൽവെപ്പും മരണത്തിലേക്കും കൂടിയാണ്. നമ്മുടെ മരണത്തിൻ്റെ വിനാഴികയിലേക്ക് നമ്മൾ നടക്കുക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കുറേയും കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ മരണത്തിലേക്ക് അടുക്കുന്നു, അതോടൊപ്പം തന്നെ ജീവനിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള നമ്മുടെ സാധ്യതകളും സമയങ്ങളും അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കാൽവെപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ 29ാമത്തെ സന്ദേശം ധ്യാനിക്കുന്ന ഈ സമയത്ത് 28 സന്ദേശങ്ങളിലൂടെ കടന്നുപോയപ്പോഴും നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞു പോയതൊന്നും ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷേ
ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന തമ്പുരാന് എല്ലാം നമുക്ക് നേടിത്തരാൻ പറ്റും. കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട, വരുന്നതിനെ ഓർത്ത് ആകുലപ്പെട്ടു ഇരിക്കേണ്ട. ഇന്ന് ജീവിക്കാൻ അമ്മ പറയുന്നേ. ഇന്ന് നമ്മൾ നടക്കുന്ന വഴികൾ സ്വാഭാവികമായി ചിന്തിച്ചാൽ പോലും, മാനുഷികമായി ചിന്തിച്ചാൽ പോലും, ഒരു സ്റ്റെപ്പ് ഈ കാലുകൊണ്ട് മുന്നോട്ട് വെക്കുമ്പോൾ എൻ്റെ പുറകിൽ വെച്ച കാലടികളെല്ലാം എനിക്ക് കഴിഞ്ഞുപോയി. ഓരോ കാൽവെപ്പും എൻ്റെ മരണത്തിലേക്കുമാണ്, എൻ്റെ ജീവനിലേക്കുമാണ്. അതാണ് സ്വർഗീയ ജീവിതം. സ്വർഗീയ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നു, മരണത്തിൽ നിന്ന് കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നു, മരണത്തിലേക്ക് വയ്ക്കുന്നു. മരണം എന്ന് ഉദ്ദേശിക്കുന്നത് പാപത്തിൻ്റെ മരണമല്ല, ഈ ശരീരത്തിൻ്റെ മരണം. ഈ ലോകത്ത് അവസാനിക്കാനുള്ള സമയത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അമ്മ ചോദിക്കുന്നേ, മകളെ എങ്ങോട്ടായി ഓടുന്നേ? നിങ്ങളുടെ ഓരോ കാൽവെപ്പുകളും മനസ്താപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും മാർഗത്തിലൂടെ പിതൃഭൂമിയിലേക്ക് നടന്നെടുക്കുക. എന്നിട്ട് അമ്മ പറയാ, എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് ഞാൻ സ്വാഗതമരുളുന്നു. അപ്പം നമ്മൾ എവിടേക്കായി പോകുന്നേ? കർത്താവിൻ്റെ അടുത്തേക്ക്, സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അമ്മയുടെ വിമല ഹൃദയം, ആ വിമല ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് അമ്മ സ്വാഗതം ചെയ്യാം നമ്മളെ. ആ ആഴത്തിലൂടെ വേണം നമുക്ക് സ്വർഗത്തിലെത്താനായിട്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും കൈക്കലാക്കുന്നതിനായി വിമോചനത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ നയിക്കാൻ സദാസന്നദ്ധയായിരിക്കുന്ന ഈ അമ്മ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസം നിങ്ങൾക്ക് ആശംസിക്കുന്നു എന്നാണ് ഈ സന്ദേശത്തിൻ്റെ അവസാനം നമ്മൾക്ക് ആശംസയായിട്ട് അമ്മ പറയുന്നത്. പുതിയ ആകാശം, പുതിയ ഭൂമി കൈക്കലാക്കാൻ അപ്പൻ്റെ വീട്ടിൽ, പിതൃഭൂമിയിൽ, സ്വർഗത്തിൽ, അത് കൈക്കലാക്കുന്നതിനായിട്ട് വിമോചനത്തിൻ്റെ പാത നാം സ്വീകരിക്കണം. അതായത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടണം. നമ്മൾക്ക് മോചനം ലഭിക്കണം. എന്തിൻ്റെയെങ്കിലും അടിമത്തം ഉണ്ടെങ്കിൽ വിമോചനം ആവശ്യമാണ്. ആ അടിമത്തം ഏതാണെങ്കിലും, ലോകസുഖമാണെങ്കിലും പാപസുഖമാണെങ്കിലും ജഡസുഖമാണെങ്കിലും എന്തൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അതിൽ നിന്നെല്ലാം വിമോചിതരായിട്ട് അമ്മയുടെ കൈ പിടിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക്, അമ്മയുള്ളിടത്തേക്ക് നമുക്ക് അമ്മയുടെ കരം പിടിച്ച് നടക്കാം. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, അമ്മയില്ലാത്ത ക്രിസ്ത്യാനി അനാഥനാണ്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത ക്രിസ്ത്യാനി അവൻ്റെ ജീവിത സാക്ഷ്യത്തിൽ പരാജയപ്പെടുന്നു. അമ്മയുടെ കരങ്ങൾ പിടിച്ചുള്ള സ്വർഗീയ പാതയിൽ അവൻ ലക്ഷ്യമില്ലാതെ പോകുന്നു. കാരണം അവന് അമ്മയില്ലല്ലോ. അമ്മയില്ലാതെ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം പൂർണ്ണമാവില്ല. അമ്മയില്ലാതെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ആ വിശ്വാസം പൂർണ്ണമല്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. പരിശുദ്ധ അമ്മയെ തള്ളിപ്പറഞ്ഞിട്ട് എൻ്റെ വിശ്വാസം പൂർണ്ണമാണെന്ന് ആര് ഉദ്ഘോഷിച്ചാലും അത് പൂർണ്ണമല്ല. ഇന്ന് യൂറോപ്യൻ നാടുകളിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര മക്കളാണെന്നറിയോ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് പരിശുദ്ധ അമ്മയെ ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കാനുള്ള വലിയ മനസ്സായിട്ട് തിരിച്ചു വരുന്നേ. അവരുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അനുഭവമാണ്. മാർപ്പാപ്പ പറഞ്ഞത് സത്യമല്ലേ? അമ്മയില്ലാത്ത ക്രിസ്ത്യാനി അനാഥനാണ്. നമുക്കൊരു അമ്മയുണ്ട്, പരിശുദ്ധ അമ്മ. ആ അമ്മയെ കളഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് അത് മുട്ടത്തോടാണെന്ന് പറഞ്ഞിട്ട് മുട്ടയുടെ ഉള്ളിലുള്ള അത് ക്രിസ്തുവാണ്, ആ ക്രിസ്തു മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയോ ഒരു അനാഥത്വം വരും. അമ്മ മക്കളെ ജീവനിലേക്ക് നയിക്കും. ജീവൻ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാ മറിയം സഭ അംഗീകരിക്കുന്ന, പരിശുദ്ധ ത്രിത്വം അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ്. ആര് അംഗീകരിച്ചില്ലെങ്കിലും ത്രിയേക ദൈവം അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റേത്. ആ അമ്മയുടെ കരങ്ങൾ പിടിച്ചിട്ട് അമ്മ ഒരിക്കലും നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കാതിരിക്കില്ല, നമ്മളെ വഴി നടത്താതിരിക്കില്ല. ആ അമ്മയുടെ കരങ്ങൾ പിടിക്കുന്ന ഏതൊരു കുഞ്ഞും സനാഥനാണ്. അവനൊരു നിറവുണ്ട്.
അമ്മയില്ലാത്ത വീടുകളിൽ അനാഥത്വം അനുഭവിക്കുന്ന മക്കൾ ഒത്തിരിയുണ്ട്. സ്വാഭാവികമായ മാനുഷികമായ തലത്തിലാണ് ഞാൻ പറയുന്നത്. ഇന്നലെയും കൂടെ കോവിഡ് ബാധിച്ച് മരിച്ച അമ്മ മരിച്ചിട്ട് ആ മക്കളുടെ സങ്കടം കേട്ടു. 1 അല്ല 2 അല്ല 3 അല്ല ഒത്തിരി പേര്. അതുകൊണ്ട് വഴി തെറ്റരുത്. നമ്മുടെ കന്യകാമറിയം, നമ്മുടെ അമ്മ നമ്മുടെ കൂടെയുള്ളപ്പോൾ മക്കൾ വഴി തെറ്റാനായിട്ട് അമ്മ ഒരിക്കലും അനുവദിക്കില്ല. അപ്പൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അമ്മ നമ്മെ ആശംസിക്കുന്നത് എന്താണെന്നോ? എന്നിലേക്ക് തിരിയേ, എന്നിലേക്ക് തിരിയേ. അവിടെ അവസാനിക്കുന്നില്ല. അമ്മ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിങ്ങൾക്ക് സഹായമായിട്ട് സഹായിക്കാം, നിങ്ങളെ സഹായിക്കാം, ഞാൻ കൂടെ ഉണ്ടാവും. എന്നിട്ട് അമ്മ പറയുക, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ഒരു അമ്മയ്ക്ക് മക്കൾക്ക് നൽകാനുള്ള ഏറ്റവും നല്ല സമ്മാനം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നിറവ്. ഒരമ്മ മക്കൾ എപ്പോഴും ജീവൻ പ്രാപിച്ചും ജീവനിലേക്ക് കുതിച്ചുയരുന്നവരായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ്. ആ അമ്മ പറയുക, മക്കളെ, ത്രിത്വത്തിൻ്റെ സാന്നിധ്യം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസം, പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള നിങ്ങളുടെ സഹവാസം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇത് അമ്മയ്ക്ക് തരാനുള്ളൂ. അല്ലാതെ അമ്മയെ സ്വയം പ്രശംസിച്ചോ അമ്മയിലേക്ക് ആളെ കൂട്ടിയോ ഒന്നും അമ്മ ജീവിക്കുന്നില്ല. അമ്മ അതൊന്നും പറഞ്ഞു തരണില്ല. അമ്മ പരിശുദ്ധ ത്രിത്വത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസം നമ്മിൽ നിറയട്ടെ. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം, നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ ജീവിതത്തെ കുറച്ചും കൂടെ ഒരുക്കമുള്ളതാക്കാൻ നമുക്ക് കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെ, വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ കുറുക്കു വഴികളിലൂടെ ഈശോയെ സ്നേഹിക്കാം. കുറുക്കു വഴികൾ എന്ന് പറയുമ്പോൾ നന്മയുടെ വഴികളല്ലാതെയുള്ള വഴികളല്ല കേട്ടോ. പലരും ഇന്ന് ഈ ജീവിതത്തിൽ ദൈവത്തെ പ്രാപിക്കാമെന്ന വ്യാജേന കുറുക്കു വഴികളിലൂടെയും തെളിമയില്ലാത്ത ജീവിതത്തിലൂടെയും മുന്നേറുമ്പോൾ അത് കൊണ്ടെത്തിക്കുന്നത് തിന്മയിലേക്കായിരിക്കും. ആ വഴികൾ നമുക്ക് വേണ്ട. നമുക്ക് കാര്യസാധ്യത്തിൻ്റെ സുവിശേഷവുമായിട്ട് എപ്പോഴും നടക്കുന്ന പ്രവണത നമുക്ക് നിർത്താം. കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണോ നമ്മൾ നമ്മുടെ അമ്മയോട് സംസാരിക്കാറുള്ളത്? നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മയോട്, നമുക്ക് ജന്മം നൽകിയ അമ്മയോട് നമ്മൾ സംസാരിക്കാറില്ലേ? എന്തെങ്കിലും കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണോ? അല്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ അമ്മയോട് പറയും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അമ്മയിൽ നിന്ന് കേൾക്കും. ഒത്തിരി കാര്യങ്ങളില്ലേ? അത് ആ സഹവാസത്തിൻ്റെ അല്ലേ, സ്നേഹത്തിൻ്റെ, ബന്ധത്തിൻ്റെ ഊഷ്മളത എത്രയുണ്ടോ അത്രയും കുഞ്ഞുങ്ങൾ അമ്മയോട് അടുത്തിരിക്കും. അമ്മയിൽ നിന്ന് നന്മ കിട്ടിയാൽ മക്കൾ അമ്മയെ വിട്ടു പോവില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും എൻ്റെ വിവാഹം നടക്കണം, എനിക്ക് നല്ല ഭർത്താവിനെ കിട്ടണം, നല്ല വീട്ടുകാരെ കിട്ടണം, നല്ല മക്കളെ കിട്ടണം, എനിക്ക് രോഗം ഉണ്ടാവരുത്, എനിക്ക് IELTS പാസ്സാവണം, അല്ലെങ്കിൽ ആ എക്സാം പാസ്സാകണം, കടബാധ്യത മാറണം. ഇത് മാത്രം ഒരു അമ്മയുടെ അടുത്ത് എപ്പോഴും ഒരു കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുമോ, ഒരു കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. അവനതൊക്കെ ഉണ്ടെങ്കിലും അമ്മയോടുള്ള ഒരു സ്വാഭാവികമായ ബന്ധമുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മയോട് നമുക്കൊരു ബന്ധമുണ്ടാകുമ്പോൾ ഇതിനെല്ലാം അതിജീവിച്ചവളാണ് അമ്മ. അതുകൊണ്ട് കാര്യസാധ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ, അത് ആഗ്രഹിക്കരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ അല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ, ഈ ലോകത്ത് ജീവിക്കാൻ നമുക്കത് ആവശ്യമാണെങ്കിൽ വിശുദ്ധമായ സഹവാസ സ്നേഹബന്ധം സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന സ്വർഗീയ ഇടങ്ങളോട്, സ്വർഗത്തോട്, ദൈവത്തോട്, പരിശുദ്ധ അമ്മയോട്, ഔസേപ്പിതാവിനോട്, വിശുദ്ധരോടൊക്കെ നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിയിലെ നന്മകൾ അവർ വഴിയായിട്ട് നമുക്ക് ലഭിക്കും. അതിന് ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ്, വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള വണക്കമാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ അമ്മയുടെ ആ ഹൃദയം നമുക്ക് വേണ്ടി തുറന്നിട്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സഹവാസം ആശംസിക്കുമ്പോൾ അമ്മേ ആമേൻ എന്ന് പറഞ്ഞ് ത്രിത്വത്തിന് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം, ലോകം മുഴുവനെയും സമർപ്പിക്കാം. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹദായകമായ കരങ്ങൾ എപ്പോഴും
ഈ ലോകത്തിൽ എന്നോടും നിങ്ങളോടും സഭയോടും ലോകം മുഴുവനിലുള്ള എല്ലാ മക്കളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്.